അങ്ങനെ വീണ്ടും ഒരുപാടധികം പറക്കുന്തളികളെ പറ്റിയുള്ള ഇൻഫോർമേഷൻ അമേരിക്കൻ ഗവൺമെന്റ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം റിലീസ് ചെയ്തതിൽ വീഡിയോസിനേക്കാൾ കൂടുതൽ ഒരുപാടധികം ഡോക്യുമെന്റ്സ് ആണുള്ളത്. പക്ഷേ അതിൽ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് ഞങ്ങൾ വളരെയധികം ആകർഷിച്ചു. ആ ഡോക്യുമെന്റ് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഭാവിയിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം അമേരിക്കൻ ഗവൺമെന്റ് റിലീസ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ല, മറിച്ച് നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർ എടുത്തിരിക്കുന്ന ഒരുപാടധികം പറക്കുന്തളികളുടെ വീഡിയോസ് ആണ്. അതോടൊപ്പം നമ്മൾ പറഞ്ഞിരുന്ന ഗിവ് അവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഫുട്ടേജിലേക്ക് പോവാം. 2024 ഒക്ടോബർ മാസം ഒരു ദിവസം വൈകിട്ട് 6:51 വെച്ചെടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇവിടെ ഈ വീഡിയോ എടുത്തിരിക്കുന്ന ആളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഇതിന്റെ ലൊക്കേഷനോ ഇത് എടുത്തിരിക്കുന്ന ആളുടെ പേരോ അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് നോക്കി നോക്കാം. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഐഫോൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 2700 അടി മാറിയിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റിനെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. അതും ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് പോലെ ഒരു കുളത്തിന്റെ മുകളിൽ എന്തോ പ്ലാസ്മ പോലത്തെ, നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു തിളങ്ങുന്ന ഓർബ് പോലത്തെ ഒരു സംഭവത്തെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഐഫോൺ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു വീഡിയോ ചിത്രീകരിക്കുകയാണ് ശരിക്കും ചെയ്തത്. ഒരുപാട് ആൾക്കാർ പബ്ലിക്കലി പരിഹസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ കൈവശം ഇത്തരം ഫോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതേപോലുള്ള ഒരു UFOയുടെ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതിനുള്ള ഒരു പോസിബിൾ ഉത്തരമാണ് ഇപ്പൊ ഗവൺമെന്റ് തന്നെ സ്വയം റിലീസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം പല വീഡിയോസിലും ഞാൻ പല തവണയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എത്ര മെഗാ പിക്സൽ എത്ര വില കൂടിയ ഫോണാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തെ ക്യാമറയുടെ സെൻസറിന്റെ ഒരു സൈസ് ഉണ്ട്. ആ സൈസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഈ വീഡിയോ എടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഐഫോൺ ആണ്. പക്ഷേ അത് എത്ര വില കൂടിയ ഫോൺ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് സെൻസർ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ വളരെ വളരെ ചെറിയ ഒരു സംഭവമാണ്. ഇവിടെ ഈ ക്യാമറ സെൻസറിന്റെ വലിപ്പം കുറയുന്നതനുസരിച്ച് ആ സെൻസറിന് ലൈറ്റ് ഗ്യാദർ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അതേസമയം ഈ വീഡിയോ എടുക്കുന്നത് ഇതേപോലെ ഒട്ടും തന്നെ വെളിച്ചമില്ലാത്ത ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ചെറിയ സെൻസർ പിന്നെയും സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേപോലുള്ള വീഡിയോസ് ആണ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കൈവശം എത്ര വലിയ സ്മാർട്ട് ഫോൺ എടുത്ത് പറഞ്ഞാലും അതിനെ പിടിക്കാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ പല വീഡിയോസിലും പല തവണയും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഈ പറക്കുന്തളിയെ പോലത്തെ ഒരു സംഭവം അത് ഒരു കായലിന്റെ മുകളിൽ ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതും ഒരുമാതിരി പ്രകാശമൊക്കെ ഇങ്ങനെ പുറപ്പെടുവിക്കുന്നുണ്ട്. അത് വളരെയധികം ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നിങ്ങൾ ഇതിന്റെ താഴത്ത് നോക്കുകയാണെങ്കിൽ ഈ പറക്കുന്തളിയുടെ റിഫ്ലക്ഷൻ അവിടെ വെള്ളത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് ഇവിടെ കാണാനും കഴിയുന്നുണ്ട്. അതോടൊപ്പം ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ പറക്കുന്തളിയുടെ ഷേപ്പ് അത് സമയം മുന്നോട്ട് പോകും തോറും പല പല ഷേപ്പായിട്ട് ഇങ്ങനെ മാറി കളിക്കുന്നുണ്ട് എന്നുള്ളൊരു ഡീറ്റെയിൽ ഇദ്ദേഹം വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം വേറൊരു ഇൻക്രെഡിബിൾ ഡീറ്റെയിൽ ഇദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു പറക്കുന്തളിയുടെ ബോഡിയിൽ നിന്ന് ഒരുപാടധികം ചെറിയ ചെറിയ പറക്കുന്തളികൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് ഏകദേശം ഒരു 45 മിനിറ്റോളം ഈ പറക്കുന്തളിയെ അവിടെ ഹോവർ ചെയ്ത് നിന്നിട്ടുണ്ട്. യാതൊരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം വളരെയധികം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് കൺവെൻഷനൽ ആയിട്ടുള്ള നമ്മൾക്ക് കണ്ടു പരിചയമില്ലാത്ത ഒരു ഷേപ്പാണ് ഇങ്ങനെ പറന്നു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാടധികം ഡീറ്റെയിൽസ് ആണ് ഇദ്ദേഹം പറയുന്നത്. പിന്നീട് ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പറക്കുന്തളിയ അപ്രത്യക്ഷമായി പോയി എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം ഷെയർ ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഒരു ഡീറ്റെയിൽ ഇല്ലേ, അത് നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ ഇപ്പോ എന്റെ അനിയനാണ് ഇങ്ങനെ വന്ന് പറയുന്നെങ്കിലും എനിക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനത് ഒരിക്കലും വിശ്വസിക്കുകയില്ല. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇദ്ദേഹം എടുക്കുകയും അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവിടെയുള്ള ആൾക്കാർ ഈ ഒരു സംഭവത്തെ ഏകദേശം ഒരു 2 വർഷത്തോളം അനലൈസ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇപ്പോ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത് കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ ഡീബങ്കർ വന്ന് പറയുകയായിരിക്കും ചിലപ്പോ ഇതൊരു ബോൾ ലൈറ്റ്നിങ് ആയിരിക്കും, അത് തന്നെയാണെന്ന് അവർ പറയുന്നത്. പക്ഷെ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. ഏത് ബോൾ ലൈറ്റ്നിങ് ആണ് 45 മിനിറ്റോളം ലാസ്റ്റ് ചെയ്യുന്നത്? അത് നിങ്ങളൊന്ന് പറഞ്ഞുതരാം.
ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാൻ, ഇത് ഒരു നാച്ചുറൽ ഫിനോമിനൻ അല്ല. ഒരു നാച്ചുറൽ ഫിനോമിനും ഇത്ര അധികം കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്ര അധികം ഡ്യൂറേഷനിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫുട്ടേജിലേക്ക് പോവാം. നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു വീഡിയോ ഒഫീഷ്യലായിട്ട് ഒരു ഗവൺമെന്റ് ബോഡി റിലീസ് ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കില്ല. ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ജൂലൈ 2025 രാത്രി ഒരു 9 മണിയോടെയാണ്. ഇവിടുത്തെ സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ഫാമിലി അവർ രാത്രി വീട്ടിലേക്ക് വന്നതിന് ശേഷം അവരുടെ കാറ് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ആ സമയത്താണ് എന്തോ ഒരു സംഭവം ആകാശത്ത് അവർ സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ കണ്ട ഉടനെ തന്നെ ഇവരുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് അതിന്റെ വീഡിയോ എടുത്തു. ആ വീഡിയോ ആണ് നമ്മളിപ്പോ ഈ കാണുന്നത്. ഇവർ ആദ്യം ഒരൊറ്റ ഒബ്ജക്റ്റിനെ മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷെ പിന്നീടാണ് ഇതൊരൊറ്റ ഒബ്ജക്റ്റ് അല്ല, പകരം 2 ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഒബ്ജക്റ്റും ടാൻഡം ആയിട്ടാണ് പോകുന്നത്. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് 2 ഒബ്ജക്റ്റുകളും തമ്മിലുള്ള ആ ഒരു അകലം മാറാതെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഇങ്ങനെ പറന്നു പോകുന്നത്. ഇവിടെ ഈ വിറ്റ്നസിന്റെ വൈഫാണ് ഈ സംഭവത്തെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. ഇവർ പറയുന്നതനുസരിച്ച് വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചുവന്ന കളറാണ് ഈ ഒരു സംഭവം പുറപ്പെടുവിച്ചത്. അപ്പോൾ ഈ കളറ് കണ്ടപ്പോഴാണ് ഈ ഒരു സംഭവത്തെ ഇവർ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നീട് ഈ ഒരു പറക്കും തളിയെ നേരെ മുകളിലേക്ക് ഉയർന്നു പോവുകയും അതിനുശേഷം ഒരു ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് നേരെ പോകുന്നു. ആ നേരെ പോകുന്ന സമയത്താണ് ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ടാമത്തെ പറക്കും തളിയെ ഇവർ രണ്ടുപേരും കാണുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ 2 പറക്കും തളികളും നേരെ മുന്നോട്ടേക്ക് പോയിട്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരൊറ്റ ഒബ്ജക്റ്റായി മാറി എന്നാണ് ഈ വിറ്റ്നസസ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. അതിന്റെ കാരണം വളരെയധികം സിമ്പിൾ ആണ്. ഇത് എടുത്തിരിക്കുന്നത് ഒരു സാധാരണ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് മാത്രമാണ്. ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷന്റെ ഏറ്റവും താഴെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഈ പറക്കുന്തളിയെ കണ്ടിരിക്കുന്നതും അതിന്റെ വീഡിയോ എടുത്തിരിക്കുന്നതും ഹൈലി ക്രെഡിബിൾ ആയിട്ടുള്ള 2 വ്യക്തികളാണ്. ഈ ഒരു പറക്കുന്തളിയെ കണ്ടതിന് ശേഷം അതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് എല്ലാം ഡയറക്ട്ലി ഇവർ FBI അടുത്താണ് പോയി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോസ് എല്ലാം കൈമാറിയിരിക്കുന്നതും. അതിനുശേഷം ഒരുപാട് മാസങ്ങളോളം ഈ വീഡിയോനെ പറ്റിയിട്ടും ഈ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ടും നല്ല രീതിയിൽ അവർ അന്വേഷിക്കുന്നു. അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഇതൊരു ഡ്രോൺ ആയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡ്രോണിനാണ് ഇതേപോലെ പ്ലാസ്മ ഷേപ്പും ഇത്ര അധികം ബ്രൈറ്റ്നെസ്സും ഇങ്ങനെ കാണിക്കാൻ കഴിയുന്നതെന്നൊന്നും എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം അത്യാവശ്യത്തിൽ കൂടുതൽ സമയം എയർബോൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര അധികം പ്രകാശം പുറപ്പെടുവിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള റെഡ് കളറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിടണമെങ്കിൽ അത് നല്ല രീതിയിൽ എനർജി കൺസ്യൂം ചെയ്യും. അതോടൊപ്പം തന്നെ എപ്പോഴത്തെയും പോലെ യാതൊരു ശബ്ദവും ഉണ്ടാക്കാനാണ് ഈ പറക്കുന്നിടെ പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഇത് ശരിക്കും ഒരു ഡ്രോൺ ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫുട്ടേജിലേക്ക് പോവാം. നവംബർ 1, 2021 വെളുപ്പിന് 5 മണിക്ക് എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് UFOനെയാണ് നമുക്ക് ഇവിടെ വളരെയധികം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. അതും ഈ വീഡിയോ ഇദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ഐഫോൺ ഉപയോഗിച്ചിട്ടാണ്. നേരത്തെ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു iPhone 14 Pro Max ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഇദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ കണ്ടപ്പോൾ അത് ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിരിക്കും എന്നാണ് ഇദ്ദേഹം ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നീട് നോക്കിയപ്പോഴാണ് ഇതൊരു ഒറ്റ ഒബ്ജക്റ്റ് അല്ല, 3ഓ 4ഓ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് അധികം മൂവ്മെന്റ് ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതായത് അങ്ങോട്ട് പറക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നിയത്. അതിനുശേഷം എടുത്ത ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ ഈ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കാര്യം വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു ട്രയാങ്കുലർ ഫോർമേഷൻ ആണ്. ഇതേ ട്രയാങ്കുലർ ഫോർമേഷൻ നമ്മൾ പല കഥകളിലൂടെയും കേട്ടിട്ടുണ്ട്. അതോടൊപ്പം ആദ്യത്തെയും രണ്ടാമത്തെയും പെന്റഗൺ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള പറക്കുന്നിടെ വീഡിയോസിലും ഇതേപോലുള്ള ട്രയാങ്കുലർ ഫോർമേഷനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം വളരെയധികം പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ അത് ഗവൺമെന്റ് റിലീസ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാടധികം റൂൾസ് ഉണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരുപാടധികം ആൾക്കാർ ചിലപ്പോൾ അവരുടെ ഫോണുകൾ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മളെ പോലെ സാധാരണ ആളുകളും ഉൾപ്പെടാം. പക്ഷെ ഇവർ ഈ ഒരു വെബ്സൈറ്റിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് FBI വളരെയധികം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നിയാൽ മാത്രമാണ് അവർ ഇത് ചെയ്യുള്ളൂ. അത് അവരുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ അത് വളരെയധികം വ്യക്തമായിട്ടും കൊടുത്തിട്ടുണ്ട്.
UFO ഇൻസിഡൻസിനെ പറ്റി ഒരുപാടധികം വർഷങ്ങളായിട്ട് ഞങ്ങൾ നോക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫോർമേഷൻ ഞങ്ങൾക്ക് അത് പലപ്പോഴും കേൾക്കാറുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോ ഇതൊരു ഡ്രോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡ്രോൺ അല്ല. ഇതിപ്പോ ഒരു ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ FBI ഒരിക്കലും ഇത്രയും വലിയ മണ്ടത്തരം ഇവിടെ വന്ന് കാണിക്കില്ല. 2022 മാർച്ച് വൈകിട്ട് 7:22 വെച്ചെടുത്ത ഒരു പറക്കുന്തള്ളിയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് iPhone 12 Pro ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ആ കാലത്തെ ഏറ്റവും ടോപ്പിന്റെ മോഡൽ ഫോൺ ആയിരുന്നു ശരിക്കും അത്. ഈ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള 2 റെഡ് കളറിലുള്ള ഓർബുകൾ ആകാശത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനും കഴിയും. അതും നിങ്ങൾ ഈ ഒരു വീഡിയോ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്യാമറ ഫോക്കസ് ചെയ്യാൻ വേണ്ടി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വീർത്ത് വരുന്നതായിട്ടും കാണാൻ കഴിയും. അതിനുശേഷം ഇത് പഴയ ഷേപ്പ് ആവുന്നതും കാണാൻ കഴിയും. അത് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറുന്നതല്ല, ഇത് ഈ ക്യാമറയുടെ ഫോക്കസ് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കളിക്കുന്നതാണ്. ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഇവിടെ 2 ഒബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു, ഒന്ന് അടിയിലും ഒന്ന് മുകളിലും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ 2 ഒബ്ജക്റ്റുകൾ 2 സൈഡിലേക്കായിട്ട് ഇങ്ങനെ മാറുന്നു. അതിനുശേഷം താഴെ ഉണ്ടായിരുന്ന ആ ഒരു ഒബ്ജക്റ്റ് മുകളിൽ ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റിനെ ചുറ്റും ഇങ്ങനെ വട്ടം വയ്ക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും കഴിയും. ഇതൊക്കെ കാണുമ്പോൾ എന്നെ മനസ്സിലേക്ക് വരുന്നത് 2024 ന്യൂജേഴ്സി UFO ഫിനോമിനൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ആ സമയത്ത് ഞങ്ങൾ അതിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ മിസ്ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നു എന്നടക്കം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് അവിടെ വെച്ച് കണ്ടിരിക്കുന്ന അതേപോലത്തെ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് ഇപ്പോൾ ഗവൺമെന്റ് പുറത്തേക്ക് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോ അന്ന് വിമർശിച്ച ആൾക്കാർ ഇപ്പോ എവിടെ പോയി എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു സംശയം. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഒരു കാര്യം ഒരിക്കലും അതിന്റെ ഫുൾ സ്റ്റോറി അറിയാണ്ട് തള്ളിക്കളയരുത്. എന്തൊക്കെ തന്നെയായാലും നമുക്ക് ഇനി അടുത്ത ഫുട്ടേജിലേക്ക് പോകാം. 2023 ഒക്ടോബർ മാസം 3 ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി കണ്ട ഒരു പറക്കുന്നുള്ളിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് ശരിക്കും ഈ ഒരു വീഡിയോ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ ഒരു വീഡിയോ ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല, പകരം അവർ അന്ന് എന്താണോ കണ്ടത് അതിന്റെ ഒരു ആനിമേഷൻ രൂപമാണ് ശരിക്കും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇവർ പറയുന്നത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ അല്ല, പക്ഷെ ഇവർ പറയുന്നത് വളരെയധികം സിമ്പിൾ ആയിട്ടാണ്. ഒരു ഓറഞ്ച് കളറിലെ ഒരു പറക്കുന്തള്ളിയെ അവർ ആകാശത്ത് കാണുന്നു. ഈ ഒരു സംഭവം ഇവർ 3 പേരുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഇവർ ആദ്യം കാണുന്നത്. അതിനുശേഷം ഈ ഒരു പറക്കുന്തള്ളിയെ ഇവരുടെ അടുത്തേക്ക് വന്നതിന് ശേഷം അതിന്റെ അകത്ത് നിന്ന് 3 ചെറിയ പറക്കുന്തള്ളികൾ ഇങ്ങനെ പോയി എന്നാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെയാണ് സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഈ 3 കുഞ്ഞ് ഓർബുകൾ സൗത്ത് ഡയറക്ഷനിലേക്ക് പോയി എന്നാണ് ഈ 3 ആൾക്കാരുടെ ടെസ്റ്റിമോണിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കുന്നതെങ്കിൽ എന്തായാലും നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ട് ഇങ്ങനെ സ്റ്റക്കായി നിന്ന് പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ 3 ആൾക്കാർക്ക് സംഭവിച്ചത്. അവരിപ്പോ ഫെഡറൽ ഏജന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ മുന്നിൽ വെച്ച് സംഭവിച്ചാലും അവർ ശരിക്കും പറഞ്ഞാൽ നിശബ്ദമായിട്ട് ഇങ്ങനെ നിന്നു. ഇവർക്ക് സംഭവിച്ചത് എന്താണെന്നറിയോ? ഈ മെയിൻ ഓർബിന്ന് ആ കുഞ്ഞു പറക്കുന്തള്ളിലേക്ക് ഇങ്ങനെ പോയില്ലേ, അത് പോയത് കൊണ്ട് തന്നെ ഇവർ 3 ആളും ആ ഒരു കുഞ്ഞു പറക്കുന്തള്ളിയിലേക്കാണ് ഇങ്ങനെ ഫോക്കസ് കൊടുത്തത്. അതിനെ തന്നെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വലിയ പറക്കുന്തള്ളിയ അവിടുന്ന് അപ്രത്യക്ഷമായി പോയി. അതായത് പിന്നീട് അവർ ആ ഒരു സംഭവത്തെ നോക്കിയപ്പോൾ ആ ഒരു വലിയ പറക്കുന്തള്ളിയെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ ഈ ഒരു ഇവന്റ് വെറും 45 സെക്കൻഡ് മാത്രമാണ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് ആ ഒരു സംഭവത്തെ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഒന്നും ശരിക്കും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ അടുത്ത ഫുട്ടേജിലൂടെ കാണിക്കുന്നത് തൊട്ടടുത്ത ദിവസം സംഭവിച്ച കാര്യങ്ങളാണ്. അതായത് നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 4 ചെറിയ പറക്കുന്തള്ളികൾ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ടാണ് ശരിക്കും ഇവർ കാണുന്നത്. ഈ 4 പറക്കുന്തള്ളികൾ നേരെ പറന്ന് ഒരു എയർഫീൽഡിന്റെ മുകളിൽ പോയി ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ഈ ഒരു സംഭവം ഒരു സ്ക്വയർ ഫോർമേഷനിൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് നിന്ന് എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 2 വലിയ ഓറഞ്ച് ഓർബ് പോലത്തെ ഉള്ള പറക്കുന്തള്ളിയ പെട്ടെന്ന് അപ്പിയർ ചെയ്ത് വരുന്നതായിട്ട് 2 ഫെഡറൽ ഏജൻസും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ എന്തൊക്കെയാണ് നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല.
ഒരുപാട് വർഷങ്ങളായിട്ട് പല ആൾക്കാർ പല തരത്തിലുള്ള പറക്കുന്നകളികളെ കാണുന്നുണ്ട്, അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, അതിനെപ്പറ്റി പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആൾക്കാർ പറക്കുന്നകളികൾ വിശ്വസിക്കാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടേച്ചാൽ മതി. കാരണം ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തന്നെ ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയധികം ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഗവൺമെന്റ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതും ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, ഈ പറക്കുംതളി എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് ഫേക്ക് ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ്. അതായത് ഇത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, അത് റിയൽ അല്ല, മറിച്ച് അത് ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഡാറ്റയാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. UFO പറക്കുന്നളി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഫേക്ക് ആണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.